റെയിൽവേയുടെ ഓൺലൈൻ പാസഞ്ചർ സേവനങ്ങൾ ഇനി മുതൽ റെയിൽ വൺ എന്ന ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു. നിലവിലെ UTS ബുക്കിംഗ് ആപ്പ് മാർച്ച് 1 മുതൽ പ്രവർത്തനരഹിതമാകും. ആദ്യഘട്ടമായി സീസൺ ടിക്കറ്റ് ബുക്കിംഗ്, പുതുക്കൽ, പുതിയ രജിസ്ട്രേഷൻ എന്നിവ നിർത്തലാക്കി. ആപ്പിന്റെ പുതിയ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർക്കോ അപ്ഡേറ്റ് ചെയ്യുന്നവർക്കോ ബുക്കിംഗ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം വാലറ്റിലെ തുക തുടർന്നും ഉപയോഗിക്കുകയും ചെയ്യാം. സാന്ത്വന സാജുവാണ് ചേരുന്നത്. സാന്ത്വന, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വിനതായി, സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ആപ്പാണ് UTS ആപ്പ്. കാരണം നമ്മൾ ഈ സീസൺ ടിക്കറ്റ് എടുക്കാനും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒന്നാണ് UTS. അതിന്റെ സേവനം പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ്. അത് നേരത്തെ തന്നെ റെയിൽവേ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. മാർച്ച് 1 മുതൽ ഇനി UTSന്റെ സേവനം ഉണ്ടാകുകയില്ല. കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ ഇതിന്റെ പല സേവനങ്ങളും ഇപ്പോൾ റെയിൽവേ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കും തന്നെ UTS ആപ്പ് ഉപയോഗിച്ച് സീസൺ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള സീസൺ ടിക്കറ്റ് പുതുക്കാനോ പുതിയ രജിസ്ട്രേഷൻ ഈ ആപ്പിൽ ചെയ്യുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പകരമായി റെയിൽ വൺ എന്ന് പറയുന്ന പുതിയൊരു ആപ്പിലേക്ക്, ഒരു ഏകീകൃത ആപ്പിലേക്ക് റെയിൽവേ പൂർണ്ണമായും തന്നെ മാറുകയാണ്. ഇത് UTS മാത്രമല്ല, IRCTC പോലെയുള്ള റെയിൽവേയുടെ നമ്മൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ, ടിക്കറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ ബുക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്ന പല ആപ്പുകളെയും ഒന്നിച്ച് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയൊരു ആപ്പ്, റെയിൽ വൺ എന്ന് പറയുന്ന പുതിയൊരു ആപ്പ് ഇപ്പോൾ റെയിൽവേ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിലൂടെ ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ഈ സേവനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം തന്നെയാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ UTSലൊക്കെ ആണെങ്കിൽ നമ്മൾ വാലറ്റിൽ പണം അടച്ച ശേഷമായിരിക്കും ആ വാലറ്റിൽ നിന്ന് തുക എടുത്തായിരിക്കും നമ്മൾ ടിക്കറ്റും ഈ സീസൺ ടിക്കറ്റും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാലറ്റിൽ പണമുണ്ട്, നമ്മളത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം ഒരിക്കലും നഷ്ടമാകുകയില്ല. നമ്മൾ പുതിയ ആപ്പിലേക്ക് മാറുകയാണെങ്കിൽ തന്നെ ആ ആപ്പിലൂടെ നമുക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 1 മുതലായിരിക്കും ഈ UTS എന്ന ആപ്പിന്റെ പൂർണ്ണമായും സേവനം അത് ഒഴിവാക്കിക്കൊണ്ട് റെയിൽ വണ്ണിലേക്ക് മാറുന്നത്. വിനിത, ശരി, സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.